ഞാൻ അജു, CUT ട്യൂട്ടോറിയൽ ചീഫ് മെൻറ്ററാണ്. എക്സാം ബേസ്ഡ് അപ്രോച്ച് നമ്മുടെ വീഡിയോകളിൽ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. എന്താണ് എക്സാം ബേസ്ഡ് അപ്രോച്ച്? അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാം നമ്മൾ എഴുതുകയാണെങ്കിൽ അവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഹൗ മച്ച് വി സ്കോർ, എത്രമാത്രം മാർക്ക് കിട്ടിയെന്നാണ് നമ്മൾ നോക്കുന്നത്, റാദർ ദാൻ ഹൗ മച്ച് വി സ്റ്റഡി. നമ്മൾ പഠിക്കുന്നതിലും ഇമ്പോർട്ടൻറ്റ് അതിൽ എത്രമാത്രം ചോദ്യം ശരിയാക്കുന്നു, റാങ്ക് ലിസ്റ്റിൽ നമ്മൾ എത്രമാത്രം മുന്നിൽ വരുന്നു. CUT എൻട്രൻസ് എക്സാം എടുക്കുകയാണെങ്കിൽ ദർ ആർ അറൗണ്ട് 40 ക്വസ്റ്റ്യൻസ് ടു അറ്റംപ്റ്റ്. 50 ചോദ്യങ്ങളിൽ 40 എണ്ണം എഴുതണം. അറൗണ്ട് 45 മിനിറ്റാണ് ഒരു എക്സാമിന് നമുക്ക് സമയം. റഫ്ലി ഒരു ചോദ്യത്തിന് ഏകദേശം 1 മിനിറ്റ്, അതായിരിക്കും നമ്മുടെ സമയം. ആ 1 മിനിറ്റിനുള്ളിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യും. ഇവിടെ പഠിത്തത്തിൻ്റെ കൂടെ തന്നെ വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് യുവർ പ്രാക്ടീസ്. എത്രമാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഈ എക്സാമുമായിട്ട് എഫിഷ്യൻ്റ് ആകുമെന്നുള്ളതാണ് ദ നെക്സ്റ്റ് തിങ് ടു ഫോക്കസ്. അവിടെയാണ് ഒരു എക്സാം അല്ലെങ്കിൽ ടെസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ദർ ഇസ് എ ഫേമസ് കോട്ട്, ദ മോർ വി സ്വെറ്റ് ദ ലെസ് വി ബ്ലീഡ്. നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു അത്രമാത്രം എഫിഷ്യൻസി നമുക്ക് കൂടും. ഇപ്പോൾ നിലവിലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാറ്റ് എക്സാം, UPSC എക്സാം, ഇതുപോലുള്ള എല്ലാ പരീക്ഷയ്ക്കും ഓരോ വീഡിയോയിലും യൂട്യൂബിലും മറ്റും നമ്മൾ നോക്കുമ്പോൾ ടോപ്പേഴ്സ് പറയുന്ന ഏറ്റവും വലിയൊരു സ്ട്രാറ്റജി ഈസ് ടേക്കിംഗ് മോർ നമ്പർ ഓഫ് ടെസ്റ്റ്. നോർത്ത് ഇന്ത്യയിലെ ഒരു കുട്ടി ടെസ്റ്റുകൾ എടുത്ത് പഠിച്ചാണ് ഓരോ എൻട്രൻസ് എക്സാമും ക്ലിയർ ആകുന്നത്. ഡൽഹി പോലുള്ള റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റിയിൽ നോക്കുകയാണെങ്കിൽ മലയാളികളുടെ എണ്ണം കുറയാനും ഒരു കാരണം ഇതാണ്. കേരളത്തിലുള്ള കുട്ടികൾ കൂടുതലും കണ്ടന്റ് ബിൽഡ് ചെയ്യുന്നതിലാണ് ഫോക്കസ് ചെയ്യുന്നത്, റാദർ ദാൻ പ്രാക്ടീസിങ് മോർ ടെസ്റ്റ്. ടെസ്റ്റ് എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും? ദർ ആർ സർട്ടൺ അഡ്വാൻറ്റേജസ് ഓഫ് ടേക്കിംഗ് ടെസ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാനേജ്മെൻറ്റ് ഓഫ് ടൈം. നിശ്ചിത സമയത്ത് നമുക്ക് ആ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ, എല്ലാ ചോദ്യങ്ങളും പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ ടെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് ഹെൽപ്പാവും. സെക്കൻഡ് ഈസ് പ്രോപ്പർ റിവ്യൂ. നിങ്ങൾ എവിടെ നിൽക്കുന്നു, ഏത് ഏരിയയിൽ നിങ്ങൾ സ്ട്രെങ്ത് ഉണ്ട്, ഏത് ഏരിയയിൽ നിങ്ങൾക്ക് വീക്ക്നെസ് ഉണ്ട്, ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി ആ ഏരിയയിൽ നമുക്ക് കുറച്ചും കൂടി എഫേർട്ട് ഇടാൻ പറ്റും. നമ്മുടെ ഒരു കോസ്റ്റ് റിവാർഡ് റേഷ്യോ എന്ന് പറയും. നമുക്ക് കൂടുതൽ റിവാർഡ് തരുന്ന ഏരിയയിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ അക്യുറസി കൂടും. ഒരു ചോദ്യം കാണുമ്പോൾ അതിൽ നിന്ന് നമുക്ക് തന്നെ ആൻസേഴ്സ് ഡിഡക്റ്റ് ചെയ്യാനുള്ള സ്കിൽസ് കിട്ടും. ഒരു സ്കിൽ നമുക്ക് ചോദ്യം നോക്കി കണ്ടന്റ് അറിയാം, സോൾവ് ചെയ്യാം. അനദർ തിങ് ഈസ് ബൈ എലിമിനേഷൻ. ആ ചോദ്യത്തിൻ്റെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ചില ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഈസ് നോട്ട് ദി ആൻസർ. ആ ഒരു സ്കില്ലും നമ്മൾ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ മോർ ടെസ്റ്റ് യു ഷുഡ് ടേക്ക്. ടെസ്റ്റ് ബേസ്ഡ് അപ്രോച്ചിന് ഇതുപോലെ പല പല അഡ്വാൻറ്റേജസ് ഉണ്ട്. ദാറ്റ് ഈസ് വൈ ടെസ്റ്റ് ടേക്കിംഗ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേ, അല്ലെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് യു ഷുഡ് ഡു ടു ഗെറ്റ് ഇൻ ടു എ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റി. ഇവിടെയാണ് CUT ട്യൂട്ടോറിയം നിങ്ങൾക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡുമായി എത്തുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റി, JNU, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റികളിൽ റാങ്കോടുകൂടി പാസ്സായ ഒരു ടീമാണ് നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ സെറ്റ് ചെയ്യുന്നത്. ഈ ടെസ്റ്റ് സീരീസിൻ്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ആ പ്രോപ്പർ റാങ്ക് ലിസ്റ്റ്, നിങ്ങളുടെ എവിടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രോപ്പർ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ എ ടെസ്റ്റ് സീരീസ് ഈസ് ജസ്റ്റ് എക്സ്പ്ലനേഷൻ. ഒരു ഡീറ്റെയിൽഡ് കീ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ജസ്റ്റ് ആൻസർ മാത്രമായിരിക്കില്ല, ഒരു തോട്ട് പ്രൊവോക്കിംഗ്, അതേപോലെ ആ ചോദ്യത്തിലേക്ക് കൂടുതൽ ഇൻസൈറ്റ്സ് തരുന്ന ഒരു ഡീറ്റെയിൽഡ് ആൻസർ കീ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ് ഈസ് ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് വെയർ ഡു യു ലാക്ക്. അത് മനസ്സിലാക്കി നിങ്ങളുടെ വീക്ക് ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനും ഞങ്ങളുടെ ടെസ്റ്റ് സീരീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫോർ ഫർദർ ഡീറ്റെയിൽസ് ഓഫ് ദിസ് ടെസ്റ്റ് സീരീസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ചു നോക്കുക, അതിലുള്ള നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. താങ്ക് യു സോ മച്ച്.